ധനമന്ത്രിയുടെ ഡ്രൈവർക്കെതിരെ സ്ത്രീധന പീഡന പരാതി. ഈരാറ്റുപേട്ട സ്വദേശി മാഹിനെതിരെ പോലീസ് കേസെടുത്തു. മാഹിനും കുടുംബവും സ്ത്രീധനം ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. റാഫി കരീമുണ്ട് വിവരങ്ങളുമായി. കൊച്ചിയിൽ നിന്ന് റാഫി, വിവരങ്ങൾ. ഉന്മേഷ്, ധനമന്ത്രിയുടെ ഡ്രൈവറായ മാഹിനെതിരെയാണ് ഭാര്യ സ്ത്രീധന പീഡന പരാതി നൽകിയിരിക്കുന്നത്. തൊടുപുഴ സ്വദേശിനിയായ ആഷ്നയാണ് മാഹിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ആഷ്നയെ മാഹിൻ 2020 മുതൽ വിവാഹത്തിന് ശേഷം സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഇതിൽ മാഹിന്റെ ഭാര്യയും ഒപ്പം തന്നെ മാഹിന്റെ സഹോദരിയും മാഹിനും ചേർന്ന് മാനസികമായി വർഷങ്ങളോളമായി സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ തനിക്ക് വിവാഹ സമയത്ത് കുടുംബത്തിൽ നിന്ന് നൽകിയ സ്വർണം മാഹിനും കുടുംബവും കൈക്കലാക്കി എന്ന് പറയുന്നു. ഇതിന്റെ തുകയായ 8.5 ലക്ഷം രൂപയും മാഹിനും കുടുംബവും കൈക്കലാക്കി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ ആഷ്ന ആദ്യം പരാതി നൽകിയത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലായിരുന്നു. എന്നാൽ പരാതി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ സ്വീകരിച്ചില്ല. പിന്നീട് ഈരാറ്റുപേട്ട പോലീസിന് പരാതി നൽകിയെങ്കിലും പരാതിയിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് മാഹിനെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെയാണ് മാഹിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാഹിന്റെ മൊഴിയെടുക്കാനോ മറ്റു നടപടികളിലേക്കോ ഇതുവരെ പോലീസ് കടന്നിട്ടില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ മാസം 3-ാം തീയതിയാണ് കോടതി നിർദ്ദേശപ്രകാരം മാഹിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഒരാഴ്ച പിന്നിടുമ്പോൾ മാഹിനെതിരെ ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് ലഭിച്ച വിശദീകരണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇതിനോടകം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്നുള്ള നടപടികളും അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഈരാറ്റുപേട്ട CI അറിയിച്ചിരിക്കുന്നത്. ശരി, റാഫി കരീമാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.